കെ സുധാകരന്റെ ഉടക്കി നിൽക്കുകയാണ്. സുധാകരൻ വിഷയത്തിൽ ഡൽഹിയിൽ മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ സംസാരിച്ചിരുന്നു. ആ പ്രതികരണം ഒന്ന് കാണാം ആദ്യം. െതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനവിധിയെയും വികാരത്തെയും മറികടക്കാൻ എന്തെല്ലാം കുതന്ത്രങ്ങൾ സ്വീകരിക്കാമോ, എന്തെല്ലാം കള്ളത്തരങ്ങളും മറിമായങ്ങളും നടത്താമോ അതിനെല്ലാം അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതീ പ്രവേശനത്തിന് നിർബന്ധിച്ച ആളുകളെ കൊണ്ടുപോയവരാണ്, പോലീസ് സംരക്ഷണത്തിന് ആളുകളെ അയച്ചവരാണ്. അതിൻ്റെ പേരിൽ കേരളം മുഴുവൻ മതിൽ തീർത്തവരാണ്. നവോത്ഥാന സദസ്സും സമിതിയും രൂപീകരിച്ചവരാണ്. ഇപ്പോൾ അവർ ചില അഭ്യാസങ്ങളും ചില നാടകങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, ഇതിനെ ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട നയവ്യത്യാസമാണ്. ഇതിനെ കോൺഗ്രസ് എങ്ങനെ കണ്ടു? നയമില്ലാത്തതിൻ്റെ പ്രകടമായിട്ടുള്ള രൂപമാണ്. CPM-ന്റെ നയങ്ങൾ, ഇന്നലെ വരെ പറഞ്ഞ നയങ്ങൾ തെറ്റായിരുന്നു എന്ന് പരസ്യമായിട്ട് സമ്മതിക്കാൻ തയ്യാറാകണം. നവോത്ഥാനത്തിൻ്റെ പേരിൽ നടത്തിയ കോടികളുടെ ദുർച്ചെലവ് എന്തിനായിരുന്നു, അതാര് ഇനി നീടാക്കുമെന്ന് വ്യക്തമാക്കണം. ആ സദസ്സും ആ സമിതിയും പിരിച്ചു കൊടുക്കണം. ബിന്ദു അമ്പണിയൊക്കെ ശബരിമലയിൽ കൊണ്ടെത്തിച്ച ഒരു പാർട്ടിയാണ് ഇതെന്നാണ് താങ്കൾ പറയുന്നത്. അത് ഞാൻ പറയണ്ടല്ലോ, നാട്ടുകാർക്ക് അറിയുന്ന കാര്യം. നമുക്കെല്ലാം അറിയാം. നിങ്ങളല്ലേ ജനങ്ങളെ കാണിച്ചു കൊടുക്കും. ഒരു കുതന്ത്രം മാത്രം, ഒരു കുതന്ത്രം, യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു മലക്കം മറിച്ചിലാണ്. ജനങ്ങൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടറിയാം ഈ കാപട്യം ജനങ്ങൾക്ക്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയവർ, അതുപോലെ തന്നെ നമുക്കറിയാം അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലും തട്ടിപ്പ് നടത്തിയവർ, മറ്റൊരു തട്ടിപ്പിൻ്റെ വേദി ഇനിയും ഉണ്ടാകുമോ എന്ന് പരിശ്രമിക്കാം. ഒറ്റ കാര്യം കൂടെ, നമ്മുടെ സുധാകരനെ ഒന്ന് സോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അനുനയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു പ്രശ്നമില്ല. തിങ്കളാഴ്ച അദ്ദേഹം ഇവിടേക്ക് വരുന്നുണ്ടല്ലേ? അത് വരും, പാർലമെന്റിൽ. അല്ല, രാഹുൽ ഗാന്ധി കാണുന്നുണ്ടോ? ഞാനറിയില്ല, ഉണ്ടെന്ന് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായി.